ഹായ് എവരിവൺ, കേരള PSC ഇതുവരെ ആവർത്തിച്ച ചോദ്യങ്ങളുമായാണ് നമ്മുടെ സെഗ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മൗണ്ടിങ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ്? ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചിരിക്കുന്നതിൽ ഏത് ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ഇവിടെ 4 ഓപ്ഷൻ കാണാൻ പറ്റും. 1 സ്റ്റേ ഇൻസുലേറ്റർ, 2 ഷാക്കിൾ ഇൻസുലേറ്റർ, 3 പിൻ ഇൻസുലേറ്റർ, 4 പോസ്റ്റ് ഇൻസുലേറ്റർ. ഈ 4 ഇൻസുലേറ്റർ എന്താണെന്നുള്ളത് ഇന്നൊന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇൻസുലേറ്റർ ആണ് പിൻ ഇൻസുലേറ്റർ. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രൈറ്റ് റണ്ണിലാണ്, അതായത് കണ്ടക്ടറും പോസ്റ്റും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഭാഗങ്ങളിൽ കണ്ടക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ, ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടക്ടർ ടു പോസ്റ്റ് അല്ലെങ്കിൽ പോള് ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഉപയോഗിക്കുന്നത്, പിൻ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇത് DO ഫ്യൂസിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കാറില്ല. അതേപോലെ തന്നെ ഷാക്കിൾ ഇൻസുലേറ്റർ ആയിക്കോട്ടെ, അത് LT ലൈനിൽ ഷാർപ്പ് കോർണേഴ്സിലും അതേപോലെ തന്നെ ഡെഡ് എൻഡിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരാറുള്ളത്. അപ്പോൾ ഇതും എന്തിനുപയോഗിക്കുന്നില്ല? DO ഫ്യൂസിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത ഒരു ഇൻസുലേറ്ററാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡെഡ് എൻഡിലൊക്കെ കേബിളിനെ അല്ലെങ്കിൽ കണ്ടക്ടറിനെ ആങ്കർ ചെയ്ത് നിർത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ്. അടുത്ത ഇൻസുലേറ്ററാണ് സ്റ്റേ ഇൻസുലേറ്റർ. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് സ്റ്റേ വയറിലാണ്. സ്റ്റേ വയറിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേ വയറും കണ്ടക്ടറും കോൺടാക്റ്റിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രിക്യൂഷനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്റ്റേ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് സ്റ്റേ ഇൻസുലേറ്റർ. ഇതിനെ എഗ് ഇൻസുലേറ്റർ എന്നും പറയാറുണ്ട്. അടുത്ത ഒരു ഇൻസുലേറ്റർ ആണ് പോസ്റ്റ് ഇൻസുലേറ്റർ. പോസ്റ്റ് ഇൻസുലേറ്റർ നിങ്ങൾ ഈ ചിത്രത്തിൽ ഈ കാണുന്നതാണ് പോസ്റ്റ് ഇൻസുലേറ്റർ. അതിൽ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് DO ഫ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ DO ഫ്യൂസിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് പോസ്റ്റ് ഇൻസുലേറ്റർ ആണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ആകൃതിയിലാണ് ഇത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പോളിമർ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് വന്നു തുടങ്ങി. അതായത് പിൻ ഇൻസുലേറ്റർ ആയിക്കോട്ടെ, ഷാക്കിൾ ഇൻസുലേറ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ സാധാരണ വരുന്നത് പോർസിലൈൻ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു മേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് അതൊക്കെ മാറി പോളിമറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഇൻസുലേറ്ററാണ് പോളിമർ ടൈപ്പ് ഇൻസുലേറ്റർ. ഇപ്പോൾ പോളിമർ ടൈപ്പ് പോസ്റ്റ് ഇൻസുലേറ്ററും ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ DO ഫ്യൂസിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ഇൻസുലേറ്റർ റോങ് ആയിട്ടുള്ള ആൻസറാണ്. അതേപോലെ തന്നെ ഷാക്കിൾ ഇൻസുലേറ്റർ റോങ് ആണ്. ഷാക്കിൾ ഇൻസുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡെഡ് എൻഡിൽ അല്ലെങ്കിൽ കോർണേഴ്സിലൊക്കെ LT ലൈനിലാണ് സാധാരണ ഷാക്കിൾ ഇൻസുലേറ്റർ വരാറുള്ളത്. പിൻ ഇൻസുലേറ്റർ എങ്ങനെയാണ്? സ്ട്രൈറ്റ് റണ്ണിലാണ് വരാറുള്ളത്. അപ്പോൾ ആൻസർ വന്നിട്ട് പോസ്റ്റ് ഇൻസുലേറ്റർ ആണ്. ആൻസർ പോസ്റ്റ് ഇൻസുലേറ്റർ ആണ്. സൈനിങ് ഓഫ്.